PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? വോയിസ് ഫോർ ദ വോയിസ്ലെസ് എന്ന പുസ്തകം രചിച്ചത് ദലൈലാമയാണ്. ദലൈലാമ രചിച്ച പുസ്തകമാണ് വോയിസ് ഫോർ ദ വോയിസ്ലെസ്. രണ്ടാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലം ഏതാണ്? ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ആദ്യത്തെ കേബിൾ സ്റ്റഡ് റെയിൽ പാലമാണ് അഞ്ചീഗഡ് പാലം. അഞ്ചീഗഡ് പാലം. മൂന്നാമത്തെ ചോദ്യം, 2025-26 സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. 2025-26 സ്കൂൾ കലോത്സവത്തിന് വേദിയാകാൻ പോകുന്ന ജില്ലയാണ് തൃശ്ശൂർ. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത് എവിടെയാണ്? ആനന്ദ്, ഗുജറാത്ത്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിതമായത്. അഞ്ചാമത്തെ ചോദ്യം, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ആറാമത്തെ ചോദ്യം, മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി വൃന്ദാവൻ ഗ്രാം യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മാതൃകാ ഗ്രാമങ്ങൾ വികസിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി വൃന്ദാവൻ ഗ്രാം യോജന ആരംഭിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏഴാമത്തെ ചോദ്യം, 2025 ജൂലൈയിൽ ഏത് സംസ്ഥാന സർക്കാരാണ് മുഖ്യമന്ത്രി സെഹത് യോജന ആരംഭിച്ചത്? പഞ്ചാബ്. പഞ്ചാബാണ് 2025 ജൂലൈയിൽ മുഖ്യമന്ത്രി സെഹത് യോജന ആരംഭിച്ചത്. എട്ടാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മാവേലിക്കര. മാവേലിക്കരയിലാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ജൂലൈ 10. ജൂലൈ 10 ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം. പത്താമത്തെ ചോദ്യം, പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്കായി ഏതു പാലത്തിനാണ് സിന്ദൂർ പാലം എന്ന പേര് നൽകിയത്? കാർണേഗ് റോഡ് മേൽപ്പാലം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഓർമ്മയ്ക്കായി ഏതു പാലത്തിനാണ് സിന്ദൂർ പാലം എന്ന പേര് നൽകിയത്? കാർണേഗ് റോഡ് മേൽപ്പാലത്തിന്. 11ാമത്തെ ചോദ്യം, യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച 21ാമത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയ. ബൾഗേറിയയാണ് യൂറോ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ച 21ാമത്തെ രാജ്യം. 12ാമത്തെ ചോദ്യം, 2025 വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? 2025 വിംബിൾഡൺ പുരുഷ വിഭാഗം ജേതാവാണ് യാനിക് സിന്നർ. യാനിക് സിന്നർ. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത് ആർക്കാണ്? ഇഗ സ്വിയാടെക്. ഇഗ സ്വിയാടെക്കിനാണ് 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത്. 14ാമത്തെ ചോദ്യം, 2025 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ്? ചെൽസി ക്ലബ്ബ്. ചെൽസി ക്ലബ്ബാണ് 2025 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത്. 15ാമത്തെ ചോദ്യം, 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 133. 2025 ജൂലൈ പ്രകാരം ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 133. 16ാമത്തെ ചോദ്യം, ലോക അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂറിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണ്? ലോക അത്ലറ്റിക് കോണ്ടിനെൻ്റൽ ടൂറിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷ. 17ാമത്തെ ചോദ്യം, നിലവിലെ ഹരിയാന ഗവർണർ ആരാണ്?
നിലവിലെ ഹരിയാന ഗവർണറാണ് അശീം കുമാർ ഘോഷ്. അശീം കുമാർ ഘോഷാണ് നിലവിലെ ഹരിയാന ഗവർണർ. 18ാമത്തെ ചോദ്യം. ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറാണ് കവിന്ദർ ഗുപ്ത. കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ. 19ാമത്തെ ചോദ്യം. ഗോവയുടെ പുതിയ ഗവർണർ ആരാണ്? അശോക് ഗജപതി രാജു. അശോക് ഗജപതി രാജുവാണ് ഗോവയുടെ പുതിയ ഗവർണർ. 20ാമത്തെ ചോദ്യം. യുക്രൈൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? യൂലിയ സ്വറിഡെങ്കോ. യൂലിയ സ്വറിഡെങ്കോയാണ് യുക്രൈൻ പ്രധാനമന്ത്രിയായി നിയമിതനായത്. 21ാമത്തെ ചോദ്യം. 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചാണ് 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പ് വേദിയാകുന്നത്. 22ാമത്തെ ചോദ്യം. 2025 ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? 2025 ജൂലൈയിൽ രാജിവെച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ. 23ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡ്. 24ാമത്തെ ചോദ്യം. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അബുദാബി. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരമാണ് അബുദാബി. 25ാമത്തെ ചോദ്യം. 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? അമേരിക്ക. അമേരിക്കയാണ് 2025 ജൂലൈയിൽ യുനെസ്കോയിൽ നിന്നും പിന്മാറിയ രാജ്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.